വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ഇതായിട്ടാണ് വന്നേക്കണേ. Q&A. കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അച്ഛനും അമ്മയും അത് ആൻസർ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ആരെ ജയിക്കാന്ന്. ജസ്റ്റ് യൂഷ്വൽ ക്വസ്റ്റ്യൻസ് ആണ്, അത്ര ടഫ് ഒന്നുമല്ല, അവർക്ക് പറ്റിയായിരിക്കും ആൻസർ ചെയ്യാം. അപ്പോൾ ഇതാണ് അമ്മ, ഇത് അച്ഛൻ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ ഇപ്പോൾ കറന്റ് പാലക്കാടാണ്. അപ്പോൾ ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ്, ഹസ്ബൻഡിൻ്റെ അച്ഛനാണ്. അപ്പോൾ അവർക്ക് അതിനെ പറ്റി എത്ര അറിയാൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡേറ്റ് ഓഫ് ബർത്ത്. ഇതിൽ ആരാണ് ആദ്യം ആൻസർ ചെയ്യാൻ നമുക്ക് നോക്കാം. കറക്റ്റ് ആണോ അതെന്ന് വായിച്ച് നമുക്ക് പോയിന്റ് കൊടുക്കാം. ഫസ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് 13th October 2000. വാവ്, അമ്മ കറക്റ്റ് 2000 വരെ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതില് ലൈക് അച്ഛനെ അറിയണമെങ്കിൽ പറയാം. ഫസ്റ്റ് ഓക്കെ, അപ്പൊ ഇതിലിപ്പോ അമ്മയ്ക്കാണ് പോയിന്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇത് ഇവർക്ക് അറിയാൻ ചാൻസ് ഇല്ല, എന്നാലും ട്രൈ ചെയ്യാം. ഫേവറേറ്റ് കളർ ബ്ലാക്ക്. ഓക്കെ, അമ്മ പറയും. ഓക്കെ, അമ്മ പറയും ബ്ലൂ. ബ്ലൂ. ഇതില് സത്യം പറഞ്ഞാൽ എന്റെ ഫേവറേറ്റ് കളർ പിങ്ക് ആണ്. പക്ഷെ ബ്ലാക്കും എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ രണ്ടുപേരും പോയിട്ടില്ല. ഇപ്പൊ അമ്മയാണ് ലീഡ് ചെയ്യണേ, ഒരു പോയിന്റ്. ഇനിയും ഉണ്ട് ക്വസ്റ്റ്യൻസ്. ഫേവറേറ്റ് ഫുഡ്, അതിപ്പോ എന്തായാലും ഡൗട്ട് ആയിരിക്കും, ബിക്കോസ് ഞാൻ എല്ലാം കഴിക്കും. അമ്മ പറയോ? എന്തായാലും എനിക്ക് ചിക്കൻ 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 ബിരിയാണി. സത്യം പറഞ്ഞാൽ എനിക്ക് നോൺ വെജ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ബിരിയാണിയാണ്. അപ്പോ അമ്മയ്ക്കാണ് പോയിന്റ്. ഇതെങ്ങനെയാ ഇത് വെറും ജസ്റ്റ് ആണ്, അതാണ് അവസ്ഥ. എന്നാലും കുഴപ്പമില്ല, അമ്മയ്ക്ക് 2 points, അച്ഛന് 1. അച്ഛൻ 0. കുഴപ്പമില്ല, അച്ഛൻ ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി എന്താ ക്വസ്റ്റ്യൻ ഇവർക്ക് ചിലപ്പോൾ കിട്ടിയായിരിക്കും, ബിക്കോസ് അത് ഇവർ കേട്ടിട്ടുണ്ട്. എന്റെ ഗ്രാജുവേഷൻ സബ്ജക്ട് മൈക്രോബയോളജി. ഓക്കെ, അപ്പൊ അമ്മയ്ക്ക് അറിയില്ലേ? മൈക്രോബയോളജി. ഇത് രണ്ടുപേർക്കും അറിയാം, അപ്പൊ രണ്ടുപേർക്കും പോയിന്റ്. അത് രണ്ടുപേർക്കും അറിയാം. പക്ഷെ സത്യം പറഞ്ഞാൽ ആദ്യം ആരാ പറയാ, അവർക്കാണ് പോയിന്റ്. ഞാൻ പെട്ടെന്ന് പറയുമ്പോ പറയണം. ഇനി ഞാൻ പഠിച്ച കോളേജ്, ഞാൻ പഠിച്ച കോളേജ് കോയമ്പത്തൂർ കോളേജ് അല്ല, കോയമ്പത്തൂർ സ്ഥലം. കോളേജിന്റെ സ്പെസിഫിക് ആയി ഞാൻ BSc എവിടെ ചെയ്ത്, MSc എവിടെ ചെയ്ത് കറക്റ്റ് ആയി പറയണം, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ പേര് പറയണം. മദ്രാസ് യൂണിവേഴ്സിറ്റി. റോങ്. അണ്ണാ യൂണിവേഴ്സിറ്റി. അമ്മ ഏകദേശം എത്തി, പക്ഷെ ഭാരത യൂണിവേഴ്സിറ്റിയാണ്, അണ്ണാമല. അപ്പൊ ഓക്കെ, അപ്പൊ ഇതിന് രണ്ടുപേർക്കും പോയിന്റ്. പക്ഷെ ഒരു കോയമ്പത്തൂർ പറഞ്ഞു, ഒരു ഹാഫ് പോയിന്റ് കൊടുക്കാം, പാവില്ലേ? അപ്പൊ കറന്റ്ലി ഇപ്പൊ നമുക്ക് പോയിന്റ് അറിയാലോ. എത്രയാണ് 2.5. ഇനിയുള്ള ക്വസ്റ്റ്യൻ ഭയങ്കര ട്രിക്കിയാ, ബിക്കോസ് അത് അറിയാൻ തീരെ ചാൻസ് ഇല്ല. ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല. എന്റെ ലൈഫിലെ ഏറ്റവും വലിയ അംബിഷൻ എന്താ? ട്രാവലിംഗ്, എല്ലാ കൺട്രിയിലും ട്രാവൽ ചെയ്യാം. ഓക്കെ, അത് ഒരു ലൈക് അതൊരു ഡ്രീമാണ്. സിവിൽ സർവീസ് പഠിച്ച് കളക്ടറാണ്. ഓക്കെ, രണ്ടാമത്തെ അമ്മ പറഞ്ഞത് എന്റെ ചൈൽഡ്ഹുഡ് തൊട്ടുള്ള അംബിഷൻ ആണ്. അച്ഛൻ പറഞ്ഞത് എന്റെ ലൈക്ക് ഒരു ഡ്രീമാണ്, PhD എടുക്കണം. PhD എടുക്കണം. അപ്പൊ ഇതില് ഇവരെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അംബിഷൻ എന്ന് പറയണത് സത്യം പറഞ്ഞ അമ്മ പറഞ്ഞതാണ്. അപ്പൊ ഇതിൽ അമ്മയ്ക്ക് പോയിന്റ്. അപ്പൊ അമ്മയ്ക്ക് ഇതിലൊരു പോയിന്റ് കിട്ടി. ഇനിയുള്ള ക്വസ്റ്റ്യൻ എനിക്കൊരു ഇതാണ്, ബിക്കോസ് അവരെന്താ പറയണേന്ന് അറിയില്ല. ലൈക്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ നിങ്ങളുടെ ഡോട്ടറിനായി ചൂസ് ചെയ്തത്? അത് എനിക്കുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. പക്ഷെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ പറയാം, ക്യാമറ ഓപ്പൺ ആണ്. അമ്മ പറയൂ. അതായത് നമ്മൾക്ക് ആദ്യം കണ്ടപ്പോ തന്നെ ഒരു പ്രത്യേക അട്രാക്ഷൻ തോന്നി, സെലക്ട് ചെയ്തു. ഇതൊന്നും ഞാൻ പറയിപ്പിച്ചതല്ല എന്ന് വിചാരിക്കരുത് അങ്ങനെ. പിന്നെ അതെ, ഇനിയുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് ഇത്ര കേൾക്കാൻ വയ്യ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ലൈക്ക് എനിക്കത് അറിയില്ല. ഇപ്പൊ എന്നേക്കാളും മുന്നേ ഒരുപാട് പ്രൊപ്പോസൽസ് വന്നല്ലോ. എത്ര പ്രൊപ്പോസൽസ് ഉണ്ടായിരുന്നു? 3 മെയിൻ ആയിട്ട് ഇവിടെ ഒരാളില്ല. ഞാൻ 3ാമത്തെ ആളാണ്. 1 3 എന്നാണ് പറയാം. അതെ, പക്ഷെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാ, ലൈക്ക് ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞ് ഞങ്ങള് ഹണിമൂൺ പോയത് മാൽദീവ്സാ. നിങ്ങളുടെ മനസ്സിലൊരു സ്ഥലം ഉണ്ടായിരുന്നല്ലോ, ഇവര് കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുപോകണം, ലൈക്ക് ഇവര് ഇവിടെ പോണം, അതെന്തായിരുന്നു? അച്ഛന് ദുബായ് ആയിരുന്നു, അമ്മയ്ക്ക് സിംഗപ്പൂർ. സിംഗപ്പൂരോ?
ഇവർക്ക് രണ്ടുപേർക്കും ഒരാൾക്ക് ദുബായ് ഒരാൾക്ക് സിംഗപ്പൂർ. പക്ഷെ ഞങ്ങൾ പോയത് മാൽദീവ്സ്. കുഴപ്പമില്ല, ഇവരുടെ ആഗ്രഹം നമുക്ക് നടത്തി കൊടുക്കാം. ഇവര് പോയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇവർക്ക് നടത്തും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. പോയിന്റ് ഓർമ്മയുണ്ടോ? സത്യം പറഞ്ഞാൽ ഈ ഹണിമൂണൊക്കെ രണ്ടുപേർക്കും പോയിന്റ് ഉണ്ട്. അപ്പൊ നമ്മള് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഏതായിരുന്നു? എംബിഷൻ. അതിലുള്ള പോയിന്റ് വരെയാണ് ഇപ്പൊ കറന്റ് ആയിട്ടുള്ളത്. ബിക്കോസ് ഇതിലൊന്നും പോയിന്റ് ഇല്ലല്ലോ. ഇനി അടുത്തത് ഞാൻ ഇവിടെ വന്നിട്ട് ഒരുപാട് ഡിഷ് ഉണ്ടാക്കി കൊടുത്തു. 6 കിലോ ഒരു ഫുൾ ഡിഷ് ഉണ്ടാക്കലായിരുന്നു. അപ്പൊ ഇതിൽ ഞാൻ ഉണ്ടാക്കിയതിൽ നിങ്ങൾക്ക് സത്യം പറയണം, റിവ്യൂല് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ് എനിക്ക് ഇഷ്ടപ്പെട്ട ബർഗർ. ഇവിടെ വന്നിട്ട് ഞാൻ ഭയങ്കര കുക്കിംഗ് ആയിരുന്നു. ഞാൻ വൈകാതെ എന്റെ കുക്കിംഗ് ബ്ലോഗ്സ് ഒക്കെ ഇതിൽ വരും. ഇനി അമ്മ ഫ്രൈഡ് റൈസ്. ഓക്കെ. അപ്പൊ എഗ് ഫ്രൈഡ് റൈസ് ഞാൻ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ട്രൈ ചെയ്ത്, എന്നിട്ട് ഇവർക്കാ കൊടുത്തത്. അപ്പൊ നല്ല റിവ്യൂ ആയിരുന്നു. അപ്പൊ എഗ് ഫ്രൈഡ് റൈസും ബർഗറും നൈസ്. ഇനിയുള്ള പോയിന്റ് എനിക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്നിലുള്ള പോസിറ്റീവ്സ് കുറച്ച് പറയാം, നെഗറ്റീവ്സ്. എന്തായാലും നെഗറ്റീവ് ഉണ്ടെന്ന് പറയാം. നെഗറ്റീവ്സും വേണം, പോസിറ്റീവ്സും പറയണം. ഓരോരുത്തരായി പറഞ്ഞാൽ മതി. ഫസ്റ്റ് അമ്മ. പോസിറ്റീവ്സ് ബിക്കോസ് കറക്റ്റ് ആയി പറയണം, എന്നാലും പോയിന്റ് കൊടുക്കുള്ളൂ. എനിക്കത് വാലിഡ് ആയി തോന്നണം, വെറുതെ ഇങ്ങനെ പറയരുത്. എനിക്ക് വാലിഡ് ആയി തോന്നണം. ആദ്യം നെഗറ്റീവ്സ് എന്നിട്ട് പോസിറ്റീവ്സ് വരും. പക്ഷെ ആദ്യം നെഗറ്റീവ് പറഞ്ഞിട്ട് പോസിറ്റീവ് വെക്കുമ്പോ ഒരു സുഖം. പറയും അമ്മ. അമ്മക്ക് എന്താണെങ്കിലും പറയാം. ഇതിപ്പോ ഒരു കുഴപ്പമില്ല, നമ്മുടെ ഓഡിയൻസ് കേൾക്കണം. എനിക്ക് പറയാം. അച്ഛനില്ലാത്ത റെഡിയാ ഗൈസ്. അച്ഛന് പോയിന്റ് കുറവുകൊണ്ട് അച്ഛൻ എന്തായാലും ലീഡ് ചെയ്യാൻ നോക്കുകയാണ്. പറയട്ടെ. അച്ഛൻ പറഞ്ഞോളൂ. കുറച്ച് ഉറക്കം കൂടുതലാണ്. ഇവിടെ വന്ന് ഫുൾ ഉറക്കാണെന്നാ പറയണേ. അപ്പൊ പിന്നെന്താണ്, പിന്നെ ആൾമോസ്റ്റ് എല്ലാം ജോലികളും ചെയ്യുന്നുണ്ട്, കാര്യങ്ങളുണ്ട്, പഠിത്തം എല്ലാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാല് മൈനസ് ആയിട്ട് നെഗറ്റീവ് പറയാനായിട്ട് ഇപ്പം അത്ര കൂടുതൽ നമ്മള് ചെയ്ത് വന്നില്ല. എന്നാലും അത് വാച്ച് ചെയ്ത് നടക്കണേ, മൈൻഡ്സ് പിടിക്കാനായിട്ട് ഒന്നും ആയിട്ട് കിട്ടിയിട്ടില്ല. ഓക്കെ, ഇനിയും ടൈം ഉണ്ടല്ലോ. ഇപ്പൊ എല്ലാ ആള് നല്ല സ്മാർട്ടാണ് എല്ലാ കാര്യത്തിലും. ഇനി പോസിറ്റീവ്സ് ഇതൊക്കെ കേൾക്കുമ്പോ ഒരു സുഖം. എല്ലാം അതെ. ഇനി ലൈക്ക് നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ സമയത്ത് കുറച്ച് ഇമോഷണൽ ആയ സമയം ഉണ്ടാവില്ല. ഇപ്പൊ മാരേജ് കാണുമ്പോ, ഫംഗ്ഷൻ കാണുമ്പോ, അത് എപ്പോഴാണ്? ഇപ്പൊ നിങ്ങള് ആ കല്യാണം നേരിട്ട് വിറ്റ്നസ് ചെയ്യുമ്പോ നിങ്ങൾക്ക് എപ്പോഴാണ് കുറച്ച് ഒരു ഇത് തോന്നുമല്ലോ, സന്തോഷം. ബാഡ് ആയിട്ടല്ല, ഒരു സന്തോഷം. അത് എപ്പോഴാണ് തോന്നിയത്? എനിക്ക് തോന്നിയത് താലി കെട്ടി കഴിഞ്ഞപ്പോ. അതങ്ങനെ ആയിരിക്കും. അപ്പൊ അമ്മയ്ക്കോ? താലി കെട്ടി എല്ലാ ഫംഗ്ഷനും സ്മൂത്തായിട്ട് പോയപ്പോ ഞങ്ങൾക്ക് സന്തോഷമായി. അത് ഞാൻ പ്രതീക്ഷിച്ച ആൻസർ ആണ്. ഇതിലിപ്പോ ആർക്കും പോയിന്റ് കൊടുക്കാൻ എനിക്കില്ല. രണ്ടുപേർക്കും ഞാൻ പോയിന്റ് കൊടുക്കും. ഈക്വലാണ്. ഇനി ഈ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ വന്നിട്ട് കുറച്ച് മാസമായിട്ടുള്ളൂ. എന്റെ കല്യാണം കഴിഞ്ഞത് മെയിലാണ്. അപ്പൊ ഇപ്പൊ ഞാൻ ഇവിടെ നിന്നതിൽ വെച്ച് നിങ്ങൾക്ക് അൺഫോർഗറ്റബിൾ ആയ മൊമെന്റ്, ലൈക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അത് ചിലപ്പോ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടാത്ത മൊമെന്റ് ആവാം, ചിലപ്പോ അത് ഇഷ്ടപ്പെട്ട മൊമെന്റ് ആവാം. എനിക്ക് എന്റെ ബർത്ത്ഡേക്ക് മോള് വന്നിട്ടാണ് ആദ്യമായിട്ട് കേക്കൊക്കെ കുറച്ച് ഗംഭീരായിട്ട് ആഘോഷിച്ചത്. ഒരു സർപ്രൈസ് ആയിട്ട്. അതാണ് അമ്മയ്ക്ക് അൺഫോർഗറ്റബിൾ മൊമെന്റ്. അച്ഛന് എല്ലാ മൊമെന്റും ഞാൻ എല്ലാം അൺഫോർഗറ്റബിൾ ആണ് ഗൈസ്. പിന്നെ അടുത്ത ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് ഇത് കൂടുതൽ നിങ്ങൾ ഇതാക്കണില്ല. എന്നാ നിങ്ങൾ പെണ്ണ് കാണാൻ വന്നത്? സത്യം പറഞ്ഞാൽ ആൺകുട്ടിയെ വരിക, നിങ്ങൾ രണ്ടുപേരാണ് പെണ്ണ് കാണാൻ വന്നത്, അച്ഛനും അമ്മയെ വന്നത്. അപ്പൊ അച്ഛനും അമ്മയാണ് എന്നെ ആദ്യമായിട്ട് കണ്ടത്. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ലൈക്ക് വൈൽ സീയിങ് മീ. എന്നെ ആദ്യം കണ്ടപ്പോ ഇപ്പൊ നിങ്ങൾ ഒരുപാട് 3 പേര് 2 പേരെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങള് എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഒരാള് കാണുമ്പോ ഒരു തോന്നുമല്ലോ. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്തായിരുന്നു? രണ്ടുപേർക്കും ഷെയർ ചെയ്യാം. ഞാൻ പറയട്ടെ. എന്റെ മനസ്സിലുണ്ടായിരുന്നത് എന്റെ മകന് പറ്റിയ ഒരു കുട്ടി. അത് ഇങ്ങനെ നടന്നപ്പോ കണ്ടുപിടിച്ചു. കുറെ ഇത് നോക്കിയ ശേഷം, മീൻസ് നേരിട്ട് കണ്ടത് 2 കുട്ടികളെ കണ്ടു, 3ാമത്തെ കുട്ടിയാണ് അമ്മ. പക്ഷെ ആ 2 കുട്ടികളെക്കാട്ടിലും ബെറ്റർ ആയിട്ട് തോന്നി. അപ്പൊ തന്നെ ബ്ലോക്ക് ചെയ്തു. ഇന്ന് എനിക്ക് ഉറക്കം വരില്ല ഗൈസ്. ഇനി അമ്മയ്ക്കും അതന്നെ. അതായത് ഞങ്ങള് ആദ്യം കാണാൻ പോയപ്പോ തന്നെ അമ്മു താഴത്തേക്ക് ഇറങ്ങി വന്ന ഞങ്ങളിൽ ഒരാളായിട്ട് അവിടെ ഡൈനിങ് ടേബിളിലൊക്കെ ഇരുന്ന് വർത്തമാനം പറഞ്ഞു. അപ്പൊ തന്നെ ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾക്ക് പറ്റിയ ഒരു കുട്ടിയാണ് എന്ന് അപ്പൊ തന്നെ തോന്നി. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഞാൻ സംതൃപ്തിയാണ്.
അപ്പൊ നമ്മള് 12 ഇപ്പൊ നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു? 10, 11, 12, 14 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഈ 14 ക്വസ്റ്റ്യൻസില് സത്യം പറഞ്ഞാൽ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് മാത്രമേ അവർക്ക് പോയിന്റ് കൊടുക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ബാക്കിയൊക്കെ ജസ്റ്റ് ഇവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ അതില് വെച്ച് നോക്കുമ്പോൾ ലീഡ് ചെയ്തത് അമ്മയാണ്. ഇപ്പൊ സമയക്ക് എത്രയായിരുന്നു? 2.5, 3.5. അച്ഛന് 2.5. ഓക്കെ, ജസ്റ്റ് ഫോർ 1 മാർക്ക്. സാരില്ല. അപ്പൊ ഇതില് വിന്നർ അമ്മയാണ് ഗൈസ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും 2 പേർക്കും പോയിന്റ്. അപ്പൊ നമ്മൾ 14 ക്വസ്റ്റ്യൻസില് അമ്മ വിന്നർ, ബട്ട് അച്ഛനും അതില് മത്സരിച്ച് സെറ്റ് ആക്കി. അപ്പൊ ഗൈസ് വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഞങ്ങള് മോളെ കാണാൻ വന്നു ഫസ്റ്റ്. ഞാൻ അമ്മയും കൂടെ വന്നത്. അപ്പൊ അപ്പുവിന് ഏത് ഇതിലാണ് ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ്? മോളുടെ മനസ്സിലുണ്ടായത് എങ്ങനെയാണ്? അത് ഞാൻ ചോദിക്കണം വിചാരിച്ചാണ് ഇപ്പോഴാ ചാൻസ് കിട്ടിയത്. സത്യം പറഞ്ഞ നിങ്ങൾ 2 പേരാണല്ലോ എന്നെ കാണാൻ വന്നത്. അപ്പൊ എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് നിങ്ങളോട് നന്നായി ഞാൻ സംസാരിച്ചു നോക്കിയായിരുന്നു. പക്ഷെ ഞാൻ ഫോട്ടോയിലല്ല കണ്ടിട്ടുള്ളൂ. അപ്പൊ എനിക്ക് ഡൗട്ട് ആയിരുന്നു. പിന്നെ ലാസ്റ്റ് നെക്സ്റ്റ് ഡേ വീഡിയോ കോൾ ഒക്കെ ചെയ്തപ്പോ ഞാൻ ഫസ്റ്റ് ടൈം കണ്ടപ്പോ എനിക്ക് തോന്നി ഞങ്ങൾ തമ്മിൽ നല്ല സിങ്ക് ആയിരിക്കും എനിക്ക് തോന്നി. അങ്ങനെ പിന്നെ അങ്ങനെയൊക്കെ വീഡിയോ കോൾ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ പിന്നെ അവസാനം ഞാൻ ഇവിടെ എത്തി ഗൈസ്. അത്രേ ഉള്ളൂ. അതെ. അപ്പൊ അതും അച്ഛന് ക്ലിയർ ആയി. ഈ വീഡിയോ കാരണം എന്തൊക്കെ നടക്കണോ ക്ലിയർ ആയി. അതൊക്കെ അമ്മയ്ക്ക് എന്തെങ്കിലും ചോദിക്കാട്ടോ? ഇതൊക്കെയല്ല അമ്മുവിന്റെ മനസ്സിലിപ്പോ ഭാവിയിൽ വരുന്ന അമ്മായിയമ്മ, അമ്മായി, അച്ഛൻ അങ്ങനെ വല്ല ധാരണയും മനസ്സിലുണ്ടായിരുന്നോ? അതൊരു നല്ല ക്വസ്റ്റ്യനാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നുവെച്ചാ എനിക്ക് ചെറുപ്പം തൊട്ടേ മാരേജ് എന്ന് പറയുമ്പോ അയ്യോ എന്നൊരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ ഒരു ഏജ് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി മാരേജ് ഒരു ലൈഫിന്റെ ഒരു പാർട്ടാണ്. പക്ഷെ ഇവര് എന്റെ ലൈഫിൽ വന്നപ്പോ എന്റെ ലൈഫ് മുന്നത്തേക്കാളും ഭയങ്കരമായിട്ട് വേറെ ചേഞ്ച് ആവുക ചെയ്തതെന്ന് വെച്ചാൽ അവിടെ എന്ന് വെച്ചാൽ ഞാൻ സിംഗിൾ ഗേൾ ചൈൽഡ് ആയിരുന്നു. അപ്പൊ പണ്ടേ മുതൽ ഞാൻ വേറെ സ്ഥലത്തായിരുന്നു. പിന്നെ നാട്ടിൽ വന്നു. അങ്ങനെ കമ്പനി എല്ലാവരുമായിട്ട് കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പുറത്തേക്ക് പോക്കലൊക്കെ ഞങ്ങൾ റയറായിരുന്നു. അച്ഛൻ മിലിറ്ററിയിലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ ഇവര് എല്ലാവരും പുറത്താണ്, എപ്പോഴും പുറത്താണ്. അമ്പലം ഇവിടെ അവിടെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ പോയി. പിന്നെ അമ്മയാണെങ്കിൽ ഫുൾ ചിൽ വൈബാ, ഡാൻസ് ഇതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അമ്മ ഒരു അമ്മായിയമ്മ അമ്മായിയമ്മയായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫ്രണ്ട്. എന്റെ അമ്മയുടെ പോലെ തന്നെ തോന്നിക്കണം. എന്റെ അമ്മയാണ് കുറച്ചും കൂടി സ്ട്രിക്റ്റ്. നമ്മ അത് കാണണമെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ അമ്മയാണ് സ്ട്രിക്റ്റ്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഞാൻ എങ്ങനെയോ മനസ്സിൽ കണ്ടുവെച്ച അമ്മായിയും അതിനേക്കാളും ബെറ്റർ അമ്മായിയമ്മയും അച്ഛനും അമ്മയാണ് എനിക്ക് കിട്ടിയത്. അത്രേ ഉള്ളൂ. അപ്പൊ ഗൈസ് ഞങ്ങളുടെ ഇന്നത്തെ ഞാൻ പറയും. അപ്പൊ ഗൈസ് ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ ഞാൻ നീട്ടണില്ല, ബിക്കോസ് നിങ്ങളുടെ ടൈമും വാല്യൂബിൾ ആണ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് പറയാം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.